കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ അതാണ്. അമ്പലങ്ങളിൽ ഷർട്ട് ഇടണോ വേണ്ടയോ എന്നുള്ളതാണ് ഇപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. മുഖ്യമന്ത്രി അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു പ്രശ്നമായി കണക്കാക്കിയിരിക്കുന്നത്. ഏത് ലോകത്താണ് ഈ പിണറായി വിജയൻ ജീവിക്കുന്നത്? ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പ് പോയി ആ വിളക്ക് കാണുന്നിടത്താണോ ആശാൻ ഇരിക്കുന്നതെന്ന് ചോദിച്ച ഒരാളാണ്. ശബരിമലയിൽ പോയിട്ട് ദേവസ്വം മന്ത്രി തീർത്ഥം വാങ്ങിയിട്ട് അത് നിലത്തൊഴിച്ച ഒരു പാർട്ടിയാണ്. അവരെന്തിനാണ് ഇതിൽ ഇടപെടുന്നത്? അവർക്ക് എന്താ അധികാരമുള്ളത്? ഈ രാജ്യത്തെ അമ്പലങ്ങളെല്ലാം പൊളിക്കണമെന്ന് പറയുന്ന ഒരു പാർട്ടി, ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു എന്ന് പറയുന്ന ഒരു പാർട്ടി എന്തിനാണ് ഈ കുപ്പായടിക്കാനും ഊരിക്കാനും നടക്കുന്നത്? അവരുടെ ജോലിയാണോ ഇത്? അവർ പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും കേൾക്കുമോ? ആചാര്യന്മാർ പറയട്ടെ, അമ്പലം നടത്തുന്നവർ പറയട്ടെ, പിണറായി വിജയൻ എന്താ അവകാശമുള്ളത്? ഇവിടെ ഇപ്പോൾ ഭൂരിപക്ഷ സമുദായത്തെ എങ്ങനെ ഭിന്നിപ്പിക്കാം എന്നുള്ള ഒരു ശൃഗാല തന്ത്രവുമായിട്ടാണ് മൂപ്പർ ഇറങ്ങിയിരിക്കുന്നത്. അത് നടക്കില്ല. ഇവിടെ കേരളത്തിൽ ഭൂരിപക്ഷ സമുദായത്തിലെ ഐക്യം തകർക്കാൻ ഇപ്പോൾ ചില ആളുകൾ ഇറങ്ങിയിരിക്കുക. അതൊന്നും ഇവിടെ നടക്കില്ല. കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമൊന്നുമല്ല ഇത്. അമ്പലത്തിൽ പോകുമ്പോൾ ഷർട്ടിടണോ ഊരണോ എന്നൊക്കെ ഉള്ളത് വിശ്വാസികൾ തീരുമാനിക്കും. അതിലിടപെടാൻ ഒരു നാസ്തികനും അവകാശമില്ല. ഞങ്ങളുടെ നിലപാട് അക്കാര്യത്തിൽ അതാണ്. ചില അമ്പലങ്ങളിൽ ഷർട്ടിടാതെ പോകുന്നുണ്ട്, ചില അമ്പലങ്ങളിൽ ഷർട്ടിട്ട് പോകുന്നുണ്ട്, ചില സ്ഥലത്ത് ചുരിദാർ ഇടാൻ സമ്മതിക്കുന്നു, ചില സ്ഥലത്ത് ചുരിദാർ ഇടാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 25,000-30,000 റുപ്യയുടെ ചുരിദാർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നല്ല കറുത്ത തുണി, കേരളത്തിൽ ഇന്നേ വരെ ആരും ഇടാത്ത ഒരു വേഷം, എങ്ങനെ 10-15 കൊല്ലം കൊണ്ട് കേരളം ഈ ഒരു വേഷ സംസ്കാരത്തിലേക്ക് മാറിയത്? അതിനെപ്പറ്റിയൊന്നും ആർക്കും ചോദ്യമല്ലേ? നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ പിന്നെ അതൊരു വേറൊരു നിലപാടിലേക്ക് കേരളം പോവുകയാണ്. കേരളത്തിൽ പണ്ട് കാലത്ത് നമ്മുടെ മുസ്ലിം സഹോദരിമാരുടെ വേഷം എന്തായിരുന്നു? എന്ത് മനോഹരമായിരുന്നു! ഇന്നിപ്പോൾ എല്ലായിടത്തും ഒരു പ്രത്യേക വേഷം അടിച്ചേൽപ്പിക്കുകയല്ലേ. പിണറായി വിജയൻ ഒരു അക്ഷരം അതിനെക്കുറിച്ച് മിണ്ടുന്നുണ്ടോ? ഹിന്ദുക്കളെ അമ്പലത്തിൽ കുപ്പായ ഊരണോ ഊരണ്ടയോ ഇതൊക്കെയാണ് പുള്ളി ആലോചിക്കുന്നത്. അതൊന്നും നടപ്പില്ല ശ്രീ പിണറായി വിജയൻ. കാരണം നമ്മുടേതൊരു ബഹുസ്വര സമൂഹമാണ്. എല്ലാ മതങ്ങളെയും പഠിപ്പിക്കാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കാം. ഒരു കൂട്ടരെ എല്ലാ കാലത്തും പഠിപ്പിക്കാൻ ചില ആൾക്കാരെ ഇറങ്ങിയിരിക്കാം. ബാക്കി ഇവിടെ എന്തായാലും കുഴപ്പമില്ല. ഈ പിണറായി വിജയന് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ദേവാലയങ്ങളിൽ സ്ത്രീകളെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കണം എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? അതല്ലേ ഒരു ജെൻഡർ ബയസ് ആണെങ്കിൽ അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഒക്കെ പറയേണ്ട കാര്യം അതല്ലേ. 99% മുസ്ലിം ദേവാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനമില്ല, അവർക്ക് ആരാധന സ്വാതന്ത്ര്യമില്ല. നമ്മുടെ കേരളത്തിൽ ഇന്ന് അത്രയും വലിയ പരിഷ്കൃത സമൂഹമാണ്, വലിയ വിപ്ലവകാരികളാണ് ഞങ്ങൾ എന്നാൽ പറയാൻ ധൈര്യമുണ്ടോ? എന്താ പറയാത്തത്? വളരെ കുറച്ച് സമുദായ വിഭാഗങ്ങൾ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. അവിടെ ഒരു ചോദ്യം പോലും ഉന്നയിക്കാനുള്ള അന്തസ്സും ആർജവും പിണറായി വിജയനില്ല. ഇത് ഹിന്ദുക്കളുടെ പുറത്ത് ഇങ്ങനെ കുതിര കയറി സന്തോഷിക്കുക എന്നുള്ള നിലപാടാണ്. അത് ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. ഷർട്ട് ഇടണോ വേണ്ടയോ ഇതൊക്കെ ആചാര്യന്മാരും തന്ത്രിമാരും ഹിന്ദു സമൂഹത്തിന് അറിയാം. കാലാകാലങ്ങളിൽ എല്ലാ പരിഷ്കാരവും ഉണ്ടാക്കിയിരിക്കുന്നത് നാസ്തികവാദികൾ വന്നിട്ടല്ല, ഹിന്ദുക്കൾ തന്നെയാണ് ഇതെല്ലാ പരിഷ്കാരങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ അയിത്തുണ്ടായിരുന്നു, അനാചാരം ഉണ്ടായിരുന്നു, മാറുമറിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലം ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇവിടുത്തെ നവോത്ഥാന നായകന്മാർ തന്നെയാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു ഇഞ്ച് പോലും അവർക്കതിന് യാതൊരു തരത്തിലുള്ള അവകാശമില്ല. അവർക്ക് യാതൊന്നും അവകാശപ്പെടാനുമില്ല. ശ്രീനാരായണ ഗുരുദേവനെ വെറും നാരായണൻ എന്ന് വിളിച്ച ആൾക്കാരാണിവർ. ഗുരുദേവനെ അംഗീകരിക്കാത്തവരാണിവർ. EMS ഏറ്റവും വലിയ വരണ്യവാദത്തിൻ്റെ വക്താവായിരുന്നു. ജാതി ചിന്തയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അതുതന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനും. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ വെറും ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണെന്നിപ്പോൾ പിണറായി വിജയൻ പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒന്നും അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറില്ല. അതുകൊണ്ട് ഈ തരത്തിലുള്ള തട്ടിപ്പുകളൊന്നും കേരളത്തിൽ ഇനി വില പോവില്ല. കേരളത്തിലെ ജനങ്ങൾ അതൊക്കെ മനസ്സിലാക്കാൻ പ്രാപ്തരാണ്.